പുതിയ തലമുറയിലേക്ക് എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച കൗമാരം കരുത്തും കരുതലും എന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായിട്ട് വിയപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സൈക്കോളജിക്കൽ കൗൺസിലർ ശ്രീമതി രജനി എ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏവർക്കും എൻ്റെ കൂപ്പുകൈ. ഒത്തിരി സന്തോഷമുണ്ട് ഇവിടെ വന്നിങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞതിൽ. വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ശരിക്കും ഒരു അഭിമാനമായിട്ടുള്ള ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത്, അല്ലെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളെയും യുവതലമുറയെയും ആശ്രയിച്ചിരിക്കുന്നു. അതിലേറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കുട്ടികളാണ്. അപ്പോൾ അത്രയും കരുതലോടെയും ശ്രദ്ധയോടെയും കഴിഞ്ഞു പോകുന്ന നമ്മളാക്കിയെടുക്കേണ്ട ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ നവീകരിച്ച ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനവും അതിനോട് അനുബന്ധിച്ചു കുട്ടികൾക്ക് വേണ്ടി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഈ പരിപാടികൾ, അവരുടെ പുരോഗതിയും ഉന്നമനത്തിനു വേണ്ടി മാത്രം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ പരിപാടികൾ ഏറ്റവും സ്വാഗതാർഹവും അതുപോലെ പ്രശംസനീയവുമാണ്. അപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്നെ ക്ഷണിക്കുകയും ഇതിലെ ഒരു ഭാവവാക്കാവുവാനും അവസരം നൽകിയ ബഹുമാനപ്പെട്ട ദേശാഭിമാനി ലൈബ്രറിയുടെ എല്ലാ ബഹുമാനരായ പ്രവർത്തകരോടും ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഇതിലൊന്ന് വരണം, കുഞ്ഞുങ്ങളോടൊന്ന് സംസാരിക്കണമെന്ന് എന്നോട് ആദ്യമായി ആവശ്യപ്പെട്ടത് എൻ്റെ സുഹൃത്താണ്. ഈ അവസരത്തിൽ എൻ്റെ സുഹൃത്തിനോടും നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഇവിടെ സന്നിഹിതരായ ഓരോ പേരൻസിനോടും കുഞ്ഞുങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുകയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യ പ്രഭാഷണമെന്നാണ്. ഒരു പ്രഭാഷണം എന്നതിനേക്കാൾ ഉപരിയായി നമ്മുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു അറിവുകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കൗമാരം കരുത്തും കരുതലുമാണ്. കൗമാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിശിഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുമ്പം കൂടുതൽ കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ചാണ് സംസാരിക്കേണ്ടതെങ്കിലും ഈ കുഞ്ഞുങ്ങൾ കഴിയേണ്ടത് നമ്മൾ മാതാപിതാക്കളോടും സമൂഹത്തോടും ഒപ്പം ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്തമാണ് ഓരോ കുഞ്ഞിൻ്റെയും വളർച്ചയും വികാസത്തിൻ്റെയും ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. കൗമാരമെന്ന് പറയുന്നത് ശരിക്കും ബാല്യത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ് കൗമാരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാലമാണ്. ഒരു യുവാവ് അല്ലെങ്കിൽ യുവതിയായി മാറുന്നതിന് തൊട്ട് മുമ്പുള്ള അവരുടെ ശാരീരികമായാലും മാനസികമാണേലും വൈകാരികമായിട്ടാണേലും അല്ലെങ്കിൽ ബൗദ്ധികപരമായിട്ടാണേലും സാമൂഹികപരമായിട്ടും എല്ലാ തരത്തിലുമുള്ള ഒരു വളർച്ചാ ഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് തന്നെയാണ് കൗമാരത്തിൽ ഇത്രമാത്രം പ്രാധാന്യം ഉള്ളത്. അപ്പോൾ ഈ കൗമാര കാലഘട്ടത്തിൽ ഒരു കുട്ടി എന്തൊക്കെ ആർജിച്ചെടുക്കുന്നുവോ, അല്ലെ എത്രമാത്രം നല്ല രീതിയിലാണ് ഒരു കുട്ടിയുടെ കൗമാരം കടന്നു പോകുന്നതോ അത്രമാത്രം ഒരു ഉന്നതി അല്ലെ ഉയർച്ചയിലേക്ക് ഒരു കുട്ടിക്ക്
അല്ല ഒരു വ്യക്തിയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പോൾ കൗമാരത്തെ തന്നെ നമുക്ക് പ്രധാനമായും ആദ്യകാല കൗമാരമെന്നും രണ്ടാം ഘട്ട കൗമാരമായെന്നും രണ്ടായി തരംതിരിക്കാം. കൗമാരത്തെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്കിന് 10 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തെയാണ് കൗമാരമെന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 5 വർഷക്കാലത്തെ ആദ്യകാല കൗമാരമെന്നും അതിനുശേഷമുള്ള 5 വർഷ കാലഘട്ടത്തെ രണ്ടാം ഘട്ട കൗമാരമെന്നും പറയുന്നു. അപ്പോൾ ബാല്യത്തിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ, ആൺകുട്ടിയാണേലും പെൺകുട്ടിയാണേലും, നമ്മളവിടെ ജെൻഡർ പറയുന്നില്ല, കുട്ടികൾ എപ്പോഴും മാതാപിതാക്കളോടൊപ്പമാണ് കൂടുതൽ സമയവും. അല്ലെ മാതാപിതാക്കളെ മാതാപിതാക്കളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും എല്ലാം മാതാപിതാക്കൾ എന്താണോ പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ആ വാല്യൂസിലൂടെയാണ് ഓരോ കുഞ്ഞും വളർന്നു വരുന്നത് അവരുടെ ആദ്യ ബാല്യകാലഘട്ടത്തിൽ. അതിനുശേഷം ആ ബാല്യത്തിൽ നിന്നും ഒരു 8, 9 അല്ലെങ്കിൽ 10 വയസ്സുകളാകുമ്പോൾ അവർ കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ പതിയെ മാതാപിതാക്കളുടെ സ്വാധീനത്തിൽ നിന്നും കുഞ്ഞുങ്ങൾ കൂട്ടുകാരുടെ ഒരു സ്വാധീനത്തിലേക്ക് മാറുന്ന ഒരു കാലഘട്ടമാണ് കൗമാരം. അതുകൊണ്ട് തന്നെയാണ് കൗമാര കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്ന് പറയുന്നത്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴെപ്പോഴും ഏറ്റവും അവരുടെ വളർച്ചയ്ക്കും വികാസത്തിനും എല്ലാം അനുയോജ്യമാകുന്ന സൗഹൃദങ്ങൾ ആവണമെന്ന് പറയുന്നത്. കാരണം തങ്ങളുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ആ സമയങ്ങളിൽ കൂട്ടുകാരാണ്. കൂട്ടുകാരുടെ സ്വാധീനം വളരെയധികം കൂടുതലുള്ള പ്രായമാണ് കൗമാരം. മാതാപിതാക്കളുടെ കൈകൾ വിട്ട് സുഹൃത്തുക്കളുടെ അല്ലെ കൂട്ടുകാരുടെ തങ്ങൾ സ്വാധീനിക്കുന്ന തങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളുടെ സ്വാധീനം കൂടുതൽ കിട്ടുന്ന പ്രായമാണ് കൗമാര കാലഘട്ടമായതിനാൽ തന്നെ കൊച്ചു കുട്ടികൾ നമ്മൾ എത്രമാത്രം കെയറോടുകൂടി അല്ലെ എത്രമാത്രം ശ്രദ്ധയും പരിചരണത്തിലൂടെയാണോ ഒരു കുഞ്ഞിനെ ചെറിയ പ്രായത്തിൽ വളർത്തി നമ്മൾ എടുക്കുന്നുവോ അതേപോലെ തന്നെ അത്രയും പ്രാധാന്യത്തോടെ ആ ഒരു സ്നേഹവും പരിചരണവും ശ്രദ്ധയും കൗമാര കാലഘട്ടത്തിലും കുട്ടികൾക്ക് നൽകുവാൻ നമ്മൾ മാതാപിതാക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് സ്വാധീനം ഏറ്റവും കൂടുതലുള്ളതാണേലും അവരുടെ സ്വഭാവ രീതികളും ശാരീരികമായും മാനസികമായും വൈകാരികമായും ബൗദ്ധികപരമായും സാമൂഹ്യപരമായും എന്തിന് സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാകുകയും മാറ്റങ്ങൾ ഉണ്ടാകുന്നതും കാലഘട്ടമാണ് കൗമാരമാകയാൽ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞിന് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശ്രദ്ധയും പരിചരണം നൽകുന്നുവോ അത്രയും പ്രാധാന്യത്തോടെ തന്നെ കൗമാര കാലഘട്ടത്തെയും നമ്മൾ കരുതേണ്ടതുണ്ട്. കാരണം ഈ വളർച്ചാ വികാസ ഘട്ടത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾ നമ്മൾ വീടുകളിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറയും ഇപ്പോഴും ചെറിയ കുഞ്ഞാണോ എന്നാണ് നിന്റെ വിചാരം എന്ന് ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മാതാപിതാക്കൾ ചോദിക്കും. വേറെന്തെങ്കിലും കാര്യത്തിൽ സംസാരിക്കാൻ പറയും ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാണ് അല്ലേ, നീ മുതിർന്ന കുട്ടി ആയില്ലേ എന്നൊരു ചോദ്യം ചോദിക്കും. അതേ മാതാപിതാക്കൾ പറയും നീ ഇപ്പോഴും ചെറിയ കുഞ്ഞു തന്നെ ആണ്. അപ്പോൾ ഒരേ സമയം ഒരു കൗമാരപ്രായത്തിലുള്ള കുട്ടി, അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ജെൻഡർ നോക്കുന്നില്ല, ആ കുട്ടി ഒരേ സമയം കേൾക്കുന്ന മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുന്ന 2 കാര്യങ്ങളാണ് ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് ആണോ നിൻ്റെ വിചാരം. ചിലപ്പോൾ ചോദിക്കും ഇപ്പോഴും ചെറിയ കുഞ്ഞാണ്, നീ കുറച്ച് വളർന്നായില്ലേ, അതുപോലെ തിരിച്ചും ഇപ്പോഴും നീ ചെറിയ കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഒരു കുട്ടിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, ശരിക്കും ഞാൻ ആരാണ് അല്ലേ, ഞാൻ ചെറിയ കുട്ടിയാണോ അതോ മുതിർന്ന പക്വതയുള്ള വലിയൊരാണ്. അപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു പ്രായമാണ് കൗമാരകാലം. അപ്പം കൗമാരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ എവിടെയാണ് നമ്മൾ കൊച്ചുകുട്ടിയാണ് എന്ന് പറയേണ്ടതും എവിടെയാണ് നീ മുതിർന്ന കുഞ്ഞാണ് എന്ന് പറയേണ്ടത്, ആ സന്ദർഭം എന്താണെന്ന് കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമുക്കവിടെ
ഒരു രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നമുക്കവിടെ ചെയ്യാൻ ഇന്ന കാര്യങ്ങളിൽ ഈ ചെറിയ കുട്ടിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ അവർക്ക് ശരിക്കും ഒരു ഗൈഡൻസ്, പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് നൽകാൻ ഒരു നല്ല രക്ഷിതാവെന്ന നിലയിൽ കൗമാര കാലഘട്ടത്തിൽ ഓരോ മാതാപിതാക്കൾക്കും കഴിഞ്ഞാൽ ഏറ്റവും വർണ്ണശബളമായിട്ടുള്ളതും ഏറ്റവും മനോഹരമായിട്ടുള്ളതും ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള ഒരു കാലഘട്ടം, അതായത് അറിവുകൾ നേടുന്ന, പുതിയ പുതിയ അനുഭവങ്ങൾ ഉണ്ടാവുന്ന, ചിന്താതലങ്ങൾ വൈഡാകുന്ന, സമൂഹത്തെക്കുറിച്ചും തന്നെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും വർണ്ണശബലമായിട്ടുള്ള ഒരു മനോഹരമായ കാലഘട്ടമായ ഈ കൗമാരകാലം അവർക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ക്രമമായ രീതിയിൽ നൽകിയാൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെ നല്ലൊരു യൗവനത്തിലൂടെയും അതുപോലെ തന്നെ നല്ല ഒരു ഭാവിയിലേക്കും കുഞ്ഞുങ്ങളെ എത്തിക്കുവാൻ ഈ കൗമാര കാലഘട്ടം ഓരോ മാതാപിതാക്കളെയും സഹായിക്കും. അപ്പം അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്, ശാരീരികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരിലുണ്ടാകുന്ന വൈകാരിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓരോ രക്ഷകർത്താക്കളും ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ തങ്ങളുടെ മക്കളെ ഒപ്പം കൂട്ടി നിർത്തുക. അതാണ് കൗമാരകാലത്തിൽ ഒരു മാതാപിതാവിന് ഏറ്റവും ചെയ്യാൻ കഴിയുന്നത്. അതായത് ഒരു ഡിസിപ്ലിനോട് കൂടി കുഞ്ഞിനെ അച്ചടക്കം, അതല്ലെങ്കിൽ ഒരു ഏതു കാര്യത്തിലും യുക്തിപരമായും ചിന്തിക്കാനും കൗമാരക്കാർ ഏറ്റവും കൂടുതൽ, കാരണം കൗമാര കാലഘട്ടത്തിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായും ഇല്ലാത്തതിനാൽ അവർ ഭാവനയുടെ ലോകത്ത് ജീവിക്കുന്നതിനാലും സ്വപ്നജീവികളായി ചിന്തിക്കുന്നതിനാലും പലപ്പോഴും പല കാര്യങ്ങൾക്കും കൃത്യമായി ആലോചിച്ച് ഒരു ഉത്തരം കണ്ടെത്താനോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം. അപ്പം ഈ ആകയാൽ തന്നെ അവരുടെ ആ സവിശേഷമായ ആ അവസ്ഥയെ മനസ്സിലാക്കാൻ നമ്മൾ ഓരോ പേരൻസും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കൗമാരകാലത്തുള്ള കുട്ടിയാകുമ്പോൾ ചിന്താശേഷിയാണെങ്കിലും വിവേചിച്ചറിയാനുള്ള ശേഷിയാണെങ്കിലും മുതിർന്ന ഒരാളുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുവാൻ പല കൗമാരക്കാർക്കും കഴിയാത്തതിനാൽ അവരുടെ ആ സാഹചര്യത്തെ, അവസ്ഥകളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു സുഹൃത്തിനോടൊപ്പം എന്നെ പോലെ തന്നോട് ചേർത്ത് നിർത്തുന്നതാണ് കൗമാരകാലത്തിലെ ഒരു പാരൻറ്റിങ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസൃതമായി പലപ്പോൾ ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടും. മുൻകോപം വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടുക, വളരെ പെട്ടെന്ന് തന്നെ മുഖം നോക്കാതെ സംസാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലൂടെയല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വളരെയധികം സ്വാധീനമുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു കൗമാര കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു വന്ന സാമൂഹിക ക്രമങ്ങളോ കുടുംബ പശ്ചാത്തലങ്ങളോ ഒന്നുമല്ല, ആ ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മളുടെ കുട്ടികൾ വളർന്ന് വരുന്ന ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പം മാറിയ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക് നല്ലത് നൽകാൻ നമ്മൾ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിനും കൂടെ നമ്മൾ കുറച്ചു പ്രാധാന്യം കൊടുക്കേണ്ട കാലഘട്ടം. കാരണം ഇപ്പോൾ ഏത് കാര്യങ്ങളും വിരൽത്തുമ്പിൽ നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ കൗമാരകാലത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു ഏജിലും അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കുറിച്ച് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങളെ അറിയാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇപ്പോൾ പലപ്പോഴും രക്ഷകർത്താക്കൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ആരിലൂടെ തന്നെയാണ്? നമ്മുടെ വീട്ടിലെ ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടിയിൽ നിന്നാണ്. അമ്മ അങ്ങനെയല്ല, അതിങ്ങനെയാണ്, അല്ല അച്ഛ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ പോരാ, ഇങ്ങനെയും കൂടി ചിന്തിക്കണം. അപ്പം നമ്മളുടെ ചിന്തകളേക്കാൾ കൂടുതൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് ഇപ്പോഴത്തെ കൗമാരപ്രായത്തിലെ കുഞ്ഞുങ്ങൾ. നല്ല ബുദ്ധിയും നല്ല കഴിവും നല്ല ചിന്താശേഷിയും നല്ല സർഗവാസനകളും അങ്ങനെ ഒത്തിരി കഴിവുകളോട് കൂടി ആണ് നമ്മുടെ ഓരോ കുഞ്ഞും ഓരോ ദിവസവും ഓരോരോ എക്സ്പീരിയൻസിലൂടെ മുന്നോട്ട് പോകും. അപ്പോൾ അത്രമാത്രം ശേഷിയും കഴിവുമുള്ള കുഞ്ഞാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ധാരണയോട് കൂടി വേണം നമ്മൾ ഓരോ കുഞ്ഞിനോടും
സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും ഇടപഴകുമ്പോഴും ഒരു രക്ഷിതാവെന്ന നിലയിലാണേലും ഒരു സുഹൃത്തെന്ന നിലയിലും നമ്മൾ അത്രയും അവർക്കൊരു ബഹുമാനം കൂടെ നൽകിക്കൊണ്ട് അവരെയും ഒരു വ്യക്തിയായി നമ്മൾ കണ്ടുകൊണ്ടും തങ്ങളുടെ മകനാണല്ലേ മകളാണ് എന്നതിനോടൊപ്പം തന്നെ നമ്മളത്തെ പോലെ തന്നെ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന കാഴ്ചപ്പാടോടു കൂടി അവരെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അവരെ കൂടെ നിർത്താനും പറ്റിയാൽ, ചേർത്തു നിർത്താനും പറ്റിയാൽ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരിധികളില്ലാത്ത തരത്തിൽ ഉയർച്ചയിലേക്ക് അവർക്ക് പോകുവാൻ ഒരു സപ്പോർട്ട് നൽകാൻ ഓരോ പേരൻറ്റിനും ഇന്നത്തെ കാലഘട്ടത്ത് സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ മാതാപിതാക്കൾ തമ്മിലുള്ള സംസാരത്തിലും ഒക്കെ പലപ്പോഴും ഞാൻ പറയുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ചില മക്കളുണ്ട്. നമ്മുടെ മലയാളം ഭാഷ മനസ്സിലാവുന്നില്ലെന്നല്ല, നമ്മൾ പറയുന്ന പല ലോജിക്കും അല്ലേ അവിടെ വർക്കൗട്ട് ആവുന്നില്ല എന്ന് അച്ഛൻ കുറച്ചുകൂടെ അല്ലേ അമ്മ കുറച്ചുകൂടെ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇത് പുതിയ കാലഘട്ടത്തിലേക്ക് മാറി ചിന്തിക്കണം എന്ന് ഇപ്പോഴത്തെ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ പലപ്പോഴും പറയാറുണ്ട്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഞാനവിടെ മനസ്സിലാക്കിയത്, അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു പേരൻറ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് അല്ലേ ഭാവിയിലേക്കാണ് ഇവരെ വാർത്തെടുക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ അതൊരു വലിയ സ്ട്രഗിളാണ് അല്ലേ? അതൊരു വലിയ സ്ട്രഗിളാണ്. ഇതേ സ്ട്രഗിൾ തന്നെയാണ് അടുത്ത ജനറേഷനിൽ ഈ കൗമാരം വളർന്ന് യൂത്തായി അല്ലേ അവരും മാതാപിതാക്കളാകുമ്പോൾ ഇതേ സ്ട്രഗിൾ തന്നെയായിരിക്കും ആ കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മാറി വന്ന കാലഘട്ടത്തിൽ ഈ മാറ്റങ്ങളാണെങ്കിൽ ഇപ്പം നമ്മൾ മെൽറ്റയുടെ കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത് അല്ലേ? മറ്റേ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ആ ഒരു മാറിയ സാമൂഹിക മാറ്റങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ, അതുപോലെ സാംസ്കാരികമായ മാറ്റങ്ങൾ, അതുപോലെ തന്നെ പുത്തൻ സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ബാല്യകാലത്തെ കുട്ടികളും ഇവൻ ജനിച്ചു വീഴുന്നൊരു കുഞ്ഞു പോലും പണ്ട് കാലങ്ങളിൽ ആ ഭക്ഷണം അവർക്ക് കൊടുത്തിരുന്നത് കാക്കയെ കാണിച്ചും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അല്ലേ പൂച്ചയെ കാണിച്ചും അല്ലെ അങ്ങനെയൊക്കെ ഉള്ള പക്ഷി മൃഗാദികളെ അല്ലേ ഇതൊക്കെ കാണിച്ചാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് മാതാപിതാക്കൾ. അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ കളിപ്പിച്ചിരുന്നത്. പക്ഷേ എന്നിപ്പം ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കാണുന്നത്, അവരുടെ കയ്യിൽ അവർ കളിക്കാനായിട്ട് അവർക്ക് കിട്ടുന്നത്, അവർക്ക് അവിടെ കാക്കയും പൂച്ചയും അവർ കാണുന്നത് ആനിമേഷനിലൂടെയാണ് അല്ലേ? അപ്പോൾ അവർ കൈകാര്യം ചെയ്യുന്നത് പ്രകൃതിയെ അല്ല, ഡയറക്റ്റ് പ്രകൃതിയായിട്ടുള്ള ബന്ധം മാറിയിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആനിമേഷനിലൂടെയാണ്. അപ്പം ആ ഒരു മാറിയ ഒരു സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങൾ പോലും നമ്മുടെ വീടിനകത്തളത്തിലുള്ള 1 വയസ്സുള്ള കുഞ്ഞിനെ വരെ അത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പം പല കുഞ്ഞുങ്ങളും ഇപ്പം ഒരു ബസ്സിൽ തന്നെ നമ്മൾ കയറുമ്പോൾ ഒരു കുട്ടിയെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ആ അമ്മ കൈ കൊടുക്കുന്നത് എന്താണ്? മൊബൈൽ ഫോണാണ് അല്ലേ? അത് ശരിയോ തെറ്റോ എന്ന് നമ്മൾ അതിനെക്കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ അത്രമാത്രം മാറിയ ഒരു സാമൂഹിക സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സാമൂഹിക മാറ്റങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ടെക്നോളജിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലുണ്ടാകുന്ന മാറ്റങ്ങളാണെങ്കിലും കുടുംബ അന്തരീക്ഷങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മുടെ കുട്ടികളെയും പരോക്ഷമായി തന്നെ, അതായത് പരോക്ഷം മാത്രമല്ല ഡയറക്റ്റായിട്ട് നേരിട്ടും അവരെ സ്വാധീനിക്കുന്നുണ്ട്, പരോക്ഷമായി ഇൻഡയറക്റ്റായിട്ടും അവരെ ഇതെല്ലാം അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെയും അവർ സ്വാധീനിക്കുന്നു, അവരുടെ ബുദ്ധിവികാസത്തെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പം തന്നെ പല കുട്ടികളും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നുണ്ട്. ചെറിയ മക്കൾ
കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്താ മോനെ ഇതിൻ്റെ പിന്നിലൊരു മോൻ ഇങ്ങനെ ചിന്തിക്കാൻ കാര്യം? അത് എൻ്റെ അച്ഛന് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലൊരു ചാനൽ തുടങ്ങി ഞാനിങ്ങനെ പോകുന്ന സ്ഥലത്തെയൊക്കെ വീഡിയോ പിടിച്ച് അത് ചാനലാക്കി ചാനലിലൂടെ ഇങ്ങനെ സംപ്രേഷണം. അപ്പോൾ കുറച്ച് പേര് കാണുമ്പം വ്യൂവേഴ്സ് കിട്ടുമ്പം കുറച്ച് പൈസ കിട്ടുമ്പം എൻ്റെ അച്ഛനെ സഹായിക്കാമല്ലോ. കുഞ്ഞിൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണ്. എന്താണ്, എൻ്റെ അച്ഛനെ സാമ്പത്തികമായിട്ട് എനിക്ക് ജോലി ചെയ്തിപ്പോൾ സഹായിക്കാൻ പറ്റില്ല, പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു എന്താണ് ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതി ഇതാണ്. ഇൻറ്റൻഷൻ നല്ലതാണ്. പിന്നെ ഭാവിയിൽ അത് എങ്ങനെയായി വരുമെന്നതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ല. പക്ഷെ അവൻ്റെ ചിന്ത, ആ ചെറിയ കുഞ്ഞാണെങ്കിലും അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവന് മനസ്സിലാക്കി. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവിടെ നമ്മൾ പോസിറ്റീവായി കണ്ട ഘടകം അച്ഛൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പൂഞ്ഞ് ബോധവാനാകുന്നു. 2, അതിൽ എന്ത് കോൺട്രിബ്യൂഷൻ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ആ കുഞ്ഞ് ചിന്തിക്കുന്നു. ചെറിയ കുട്ടിയാണെങ്കിലും അവൻ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് ആയതുകൊണ്ട് ആ ഒരു കുഞ്ഞിന് നല്ലൊരു ഓറിയൻറ്റേഷൻ കൊടുത്തിട്ട് നല്ലൊരു ഗൈഡൻസ് കൊടുത്ത് പ്രോപ്പറായി പോയി കഴിഞ്ഞാൽ ആ കുട്ടി നല്ല ഒരു ഉയർന്ന തലത്തിൽ ആ കുഞ്ഞിനെത്താൻ സാധിക്കും. അപ്പം അങ്ങനത്തെ കഴിവുകൾ, വേറിട്ട ചിന്തകളുള്ള, വ്യത്യസ്തമായ ആശയങ്ങളുള്ള, സർഗാത്മക രീതിയിലാണെങ്കിലും മറ്റു രീതിയിലൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുകയും സംസാരിക്കാനും അത് നടപ്പിൽ വരുത്താനും ഒക്കെയുള്ള പ്രത്യേക സവിശേഷമായ കഴിവുകളോട് കൂടിയുള്ള പ്രത്യേക സ്കില്ലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുഞ്ഞും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെല്ലാം തിളങ്ങുന്ന വജ്രങ്ങളാണെന്ന് പറയാറുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും കണ്ണിലേക്ക് നോക്കിയാൽ അവരുടെ കൃഷ്ണമണി ഇരുന്ന് തിളങ്ങുന്ന കാണുമ്പോൾ മരകതകവും അതായത് വജ്രം പോലെ തിളങ്ങുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കണ്ണുകളിലെ ഈ തിളക്കം നിങ്ങളുടെ മനസ്സിലും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കണം. ആ ലെവലിലേക്ക് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പെരുമാറ്റത്തെയും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്നതിനോടൊപ്പം നമുക്ക് എന്ത് വേണ്ട എന്ന് ആലോചിച്ച് ചിന്തിച്ചു പ്രവർത്തിക്കാനുള്ള ശേഷിയിലേക്ക് ഓരോ കുഞ്ഞിനെയും എത്തിക്കുക എന്നുള്ളതാണ് കൗമാരകാലത്തിലെ ഓരോ കുട്ടിയുടെയും പേരൻസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്താണെന്ന് എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മ മനസ്സിലാക്കണമെന്നാണ് ഓരോ കുഞ്ഞും പറയാറുള്ളത്, അല്ലേ? എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലേ, എന്നെ അറിയുന്നില്ല എന്ന ഒരു ചിന്ത ഇപ്പോഴത്തെ മാറിയ ഒരു കൗമാരത്തിനുണ്ടെന്നാണ് പല കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതൊക്കെ വേണം അല്ലെ ഏതൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാനും കൂടെ ഒരു വ്യക്തിക്ക് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം എത്രയായിരിക്കും? വളരെ മനോഹരമായ ഒരു ജീവിതം, വളരെ സന്തോഷകരമായ അവരുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നേട്ടങ്ങൾ, സാമ്പത്തികമായ നേട്ടങ്ങൾ അനിവാര്യമാണ് എങ്കിൽ പോലും മാനസികമായ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ചാരിതാർത്ഥ്യം ലഭിക്കുന്ന, തനിക്ക് താൻ എങ്ങനെ ഗുണമാകുന്നുവോ അതോടൊപ്പം തന്നെ തൻ്റെ കുടുംബത്തിനും താൻ വളർന്ന സമൂഹത്തിനും തൻ്റെ രാഷ്ട്രത്തിനും തനിക്ക് എന്ത് സംഭാവന ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും ഒരു വ്യക്തിയുടെ ആത്മസംതൃപ്തിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണെന്നാണ് ഞാനും കരുതുന്നത്. അപ്പോൾ വ്യക്തിത്വ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്നതിനാൽ അവരുടെ ഇമോഷൻസിനെ, കൗമാരത്തിൻ്റെ അവരുടെ മാനസിക വ്യാപാരങ്ങളെ മനസ്സിലാക്കുവാൻ രക്ഷകർത്താക്കൾ എന്ന നിലയിൽ നമുക്ക് സാധിക്കുന്നതിനോടൊപ്പം എപ്പോഴും നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന ബോധ്യം ഓരോ കുഞ്ഞിൻ്റെയും മനസ്സിൽ ഉണ്ടാകുന്ന രീതിയിൽ അവരോട് സംസാരിക്കാനും പെരുമാറാനും നമുക്ക് ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം, ചേർത്ത് നിർത്താൻ നമ്മൾ തയ്യാറാവണം. ചെറിയ പ്രായത്തിൽ, ബാല്യത്തിൽ നമ്മൾ അവരെ കൈപിടിച്ച് എത്ര ശ്രദ്ധയോടെ കൊണ്ടുപോകുന്നു, പരിചരിച്ച് എത്രയോ കൊണ്ടുപോകുന്നുവോ അതുപോലെ തന്നെ കൗമാര വ്യക്തിത്വത്തെ എൻ്റെ മകനാണ് അല്ലെ എൻ്റെ മകളാണ് എന്നതിനോടൊപ്പം അതൊരു വ്യക്തിയുമാണ് എന്നൊരു കാഴ്ചപ്പാട് പാരൻറ്റിങ്ങിൽ ഉണ്ടാവണമെന്നാണ് കൗമാരം മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ അന്നേരം ഐഡൻറ്റിറ്റി ക്രൈസിസ്
ഉണ്ടാവുന്നില്ല. അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ അഭിരുചികളെ, അവരുടെ ആറ്റിറ്റ്യൂഡിനെയൊക്കെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിനോടൊപ്പം അവർക്ക് ജീവിതത്തിൻ്റെ, അതായത് പേരൻസ് നിലയിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് നിലയിൽ അത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന നമുക്ക് അവരെ മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ, നമ്മൾ അനുഭവിച്ചു വന്ന അനുഭവങ്ങളും നമ്മുടെ പരിചയങ്ങളുമൊക്കെ ചേർത്തുകൊണ്ട് അവരുടെ നമ്മുടെ അതായത് മാതാപിതാക്കളുടെ എക്സ്പീരിയൻസിനോടൊപ്പം തന്നെ കൗമാരത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളെയും ഒന്നായി ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ വാതായനങ്ങളിലേക്കും പുതിയ ജീവിത കാഴ്ചപ്പാടുകളിലേക്ക് പോയി പുതിയ പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ കാണുന്നതിനും ഉയർച്ചയുടെ പടവുകൾ കയറുന്നതിനും അവരെ സഹായിക്കുവാൻ നമ്മൾ രക്ഷിതാക്കൾക്കും നമ്മുടെ സമൂഹത്തിനും കഴിയുമെന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൗമാരം ഇപ്പോൾ പലപ്പോഴും വളരെയധികം പറയാറുണ്ട്, ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണമെന്ന്. ഓക്കെ, ശരിയാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലതാണ്. ഒരു പലപ്പോഴും രക്ഷകർത്താക്കൾ ഇപ്പോൾ പല രക്ഷകർത്താക്കളും മക്കളോട് തങ്ങളുടെ അഭിപ്രായങ്ങൾ വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട്. അഭിപ്രായങ്ങൾ പേരൻസ് മക്കളോട് ചോദിക്കാറുമുണ്ട്. കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുമുണ്ട്. നല്ല അഭിപ്രായങ്ങളെ പേരൻസ് എന്ത് ചെയ്യാറുണ്ട്, സ്വീകരിക്കാറും പലപ്പോഴും ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ചില അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പ്രവർത്തിക്കുവാൻ കഴിയാത്തതിനാൽ ചിലപ്പോൾ ആ അഭിപ്രായങ്ങൾ മാറ്റിവെച്ചിട്ട് പിന്നീട് എപ്പോഴും ഒരു സാഹചര്യത്തിൽ ആ അഭിപ്രായത്തെ മാനിക്കാറും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? ചില സംടൈംസ് തീർച്ചയായും അവിടെയാണ് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു കൗമാരക്കാരൻ എന്ന നിലയിലെ കൗമാരക്കാരി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാതാപിതാക്കളോട് ശണ്ട കൂടുക, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറഞ്ഞ് അവരെ ഇപ്പം രക്ഷകർത്താക്കൾ കുട്ടികളോട് അടിച്ചേൽപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് എന്ത് തോന്നും? കുട്ടികൾക്ക് തോന്നുന്നത് എന്താണ് സാധാരണഗതിയിൽ? എന്ത് തോന്നാറുണ്ട്? ദേഷ്യം തോന്നാറുണ്ട്. പിന്നെ തീർച്ചയായും നമ്മൾ അതായത് മനസ്സിലായി, ടേക്ക് റെസ്പെക്റ്റ്, ഗിവ് റെസ്പെക്റ്റ് എന്നാണല്ലോ എപ്പോഴും. അതായത് ബഹുമാനം കൊടുത്തുകൊണ്ടാണ് ബഹുമാനം വാങ്ങേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിന് അവിടെയാണ് കൗമാരത്തിലേക്ക് എത്തുമ്പോൾ തന്നോളം എത്തയാളെ താനെന്ന കാഴ്ചപ്പാടിലേക്ക് വരുമ്പം കുട്ടിയുടെ വ്യക്തിത്വത്തെ, ഇപ്പോൾ 1 വയസ്സുള്ളൊരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ആ 1 വയസ്സിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഓരോ പേരൻസും കുഞ്ഞിനോട് സംസാരിക്കുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിലെ പേരൻസ് മിക്കവരും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, അപ്പോൾ അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ആവശ്യമായ ബഹുമാനങ്ങൾ നൽകിക്കൊണ്ട് അവരോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും അവിടെ രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ചെറിയ ഒരു എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞതാണ്, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ രക്ഷകർത്താവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിലാണ് അതൊരു വഴക്കായി അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറുന്നത്. അപ്പോൾ അതെങ്ങനെ പേരൻസിനെ എങ്ങനെ നമുക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കാം, ഞാൻ ഇന്നതാണിത് ഉദ്ദേശിച്ചതെന്ന്. അവിടെ നമ്മൾ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ശണ്ട കൂടുന്നതിന് പകരമായി എന്താണ്, സമാധാനമായിട്ട് അമ്മേ അല്ലെ അച്ഛൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയാണ് അല്ലെ ഇന്നതാണ്, കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് ആ അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഞാൻ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തിരിച്ച് അച്ഛൻ അല്ലെങ്കിൽ അമ്മ നമ്മളോട് പറഞ്ഞ കാര്യം പലപ്പോഴും പല പേരൻസും ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് കുട്ടികളോട് പറയാറില്ല. അല്ലെ അത് വേണ്ട, അല്ലെ ഇത് ഇങ്ങനെ മതി എന്നേ സാധാരണ രക്ഷകർത്താക്കൾ പറയാറുള്ളൂ.
എന്തുകൊണ്ട് പറഞ്ഞില്ല, അല്ലെ എന്തുകൊണ്ടാണ്, ഇന്ന കാരണം കൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് രക്ഷകർത്താക്കൾ കുട്ടികളോട് സാധാരണ പറയാറില്ല. അപ്പോഴാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതേസമയം ഇന്ന കാരണം കൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്നൊരു രക്ഷകർത്താവ് ഒരു കുട്ടിയോട് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും. തിരിച്ച് കുട്ടിക്കും പറയാം, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനാണെങ്കിലും ഒരു ആൾക്കും പറയാം, എന്ത്, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട്, അല്ലെ ഇന്ന ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ഏതൊരു ബന്ധത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിയായ ആശയവിനിമയമാണ്. അപ്പോൾ ആശയവിനിമയം നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് കാരണത്താൽ പറയുന്നു, അതിൻ്റെ ഫലം എന്താണ്, ഇത് ചെയ്താലുള്ള കോൺസിക്വൻസസ്, പരിണത ഫലം എന്താണ് എന്ന് പരസ്പരം കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ഈ രക്ഷകർത്താക്കളും കുട്ടികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇത് ഒരു രക്ഷകർത്താവും ഒരു കുട്ടിയോട് മോനത് അങ്ങനെ ചെയ്യണ്ട, അല്ലെ ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറയുന്നത് സ്നേഹക്കുറവ് കൊണ്ടാണോ? സ്നേഹം ഇല്ലാത്തത് കൊണ്ടുമല്ല, സ്നേഹം കൂടുതൽ കൊണ്ടും ആവാം. പക്ഷേ പലപ്പോഴും കുട്ടിക്ക് അത് മനസ്സിലാവില്ല. എന്തുകൊണ്ട്? എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടുമാണ് അമ്മ ഇത് പറയുന്നതല്ലേ, അച്ഛനിതെന്ന് പറയുന്നതെന്ന് കൗമാരപ്രായത്തിലൊരു കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അവരെപ്പോഴും ഇമോഷണലി ചിന്തിക്കുന്നതാണ്. അതാണ് പറഞ്ഞത്, കാര്യകാരണ സഹിതം നമ്മൾ പറഞ്ഞ് പറഞ്ഞാൽ ആ കുഞ്ഞിനത് മനസ്സിലാക്കി. ഇന്ന കാരണം കൊണ്ടാണ് മോനെ അല്ലെ മോളെ ഞാനിത് പറയാനുള്ള കാരണമെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഇന്ന കാരണം പറഞ്ഞുകൊണ്ട് മോനൊന്ന് ആലോചിക്കും, നമുക്കിത് വേണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കാൻ ആ കുട്ടിക്ക് കൊടുത്താൽ അവിടെ ആ കുട്ടി എന്ത് ചെയ്യും? ശരിയായ തീരുമാനം എടുക്കും. പക്ഷെ നമുക്ക് പേരൻറ്റിങ് പലപ്പോഴും തോന്നുന്നത്, പേരൻസ് ഒരുപക്ഷെ മുൻകാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഒരു ലേണിങ് എങ്ങനെയാവാം, വേണ്ട അല്ല വേണ്ട എന്ന് പറയുന്നതായിരിക്കും. പക്ഷെ അപ്പോൾ അത് തന്നെ അവർ വീണ്ടും എന്ത് ചെയ്യുന്നു? കാണിക്കുന്നു, പറയുന്നു. പക്ഷെ അതിന് പകരമായി കാര്യകാരണ സഹിതം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ ഒരു തീരുമാനം എടുപ്പിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ശരിയായ തീരുമാനം കുട്ടികൾ എടുക്കുകയും വേണ്ട എന്ന് പറയുന്ന കാര്യത്തെ വേണ്ട എന്ന് തന്നെ വെക്കാൻ കുട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ഭാവിയിൽ ഈ കുട്ടിക്ക് സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കിന് എന്ത് വേണമെന്നും എന്ത് വേണ്ടെന്നും ശരിയായ തീരുമാനമെടുത്ത് ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അവരെ പ്രാപ്തരാക്കുവാനും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു കഴിവ് ചെറിയ പ്രായത്തിലെ കുട്ടിയെ വളർത്തിയെടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കുടുംബ അന്തരീക്ഷം കുറച്ചുകൂടെ സമാധാനപരമായും സന്തോഷപരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പരസ്പരമുള്ള തുറന്നു പറച്ചിലുകളും ചേർത്ത് പിടിക്കലുകളും എപ്പോഴും ഗുണം ചെയ്യുന്നതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായിച്ചു വളരുവാൻ കുഞ്ഞുങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കൂട്ടം നല്ലവരായ പ്രവർത്തകർ. അപ്പോൾ ഇതിനെല്ലാവിധമായ ഈ പ്രദേശത്തെ ഓരോ കുഞ്ഞിനും വായനയിലൂടെ അറിവ് നേടി ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ എത്തിച്ചേരുവാൻ അവരെ സഹായിക്കട്ടെ ഈ ഉദ്യമമെന്നും ആശംസിച്ചുകൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.